ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം BCOC 136, അതായത് ഇൻകം ടാക്സ് എന്ന് പറയുന്ന പേപ്പർ BCom ജിയിലെയോ അല്ലെങ്കിൽ ഏതുമാവട്ടെ BCOC 136 എന്ന് പറയുന്ന എക്സാമിൽ പൊതുവെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനാലിസ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പ്രീവിയസിലെ കുറച്ച് പേപ്പേഴ്സ് നമ്മൾ എടുക്കണം. ഏകദേശം നമ്മളിവിടെ എടുത്തേക്കുന്നത് ഡിസംബർ 2021 തുടങ്ങിയിട്ട് ജൂൺ 2025 വരെ ചോദിച്ചിരിക്കുന്ന പേപ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കുറേ നമുക്ക് മനസ്സിലാകും എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന്. ആ വരുന്നത് നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റത്തെ പാറ്റേൺ എന്ന് പറയുന്നത് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 5 ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓൾ ക്വസ്റ്റ്യൻ ക്യാരി ഈക്വൽ 5 മാർക്ക്. അതായത് 5 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ആദ്യം അറിയണം. 9 ക്വസ്റ്റ്യൻ ഉണ്ടാ 9 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ 9 ക്വസ്റ്റ്യനിൽ ഔട്ട് ഓഫ് എത്ര നമ്മൾ എഴുതിയാൽ മതി? 5 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. അതായത് എന്ത് ചെയ്യാം? 4 എണ്ണം നമുക്ക് സ്കിപ്പ് ചെയ്തുകൂടെ? സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചോദിച്ചിരിക്കുന്നത് എന്ന്. ആൻസർ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല, കാരണം നമുക്ക് ടൈം ഇല്ല അതിനുള്ള. ഓക്കെ, ഇത് ഒരുപാടുണ്ട്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ നോക്കുക, അല്ലെങ്കിൽ ഇതിലെന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് അഗ്രികൾച്ചർ ലിംഗത്തിനെ പറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അതേപോലെ ഇവിടെ ഡിഫറൻസും കൂടി ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ആയിട്ട് ചോദിച്ചേക്കുന്നത് അഗ്രികൾച്ചർ ലിംഗവും പാർഷ്യലി അഗ്രികൾച്ചർ ലിംഗവും അതിൻ്റെ എക്സാമ്പിൾസും എഴുതാൻ പറഞ്ഞിട്ട് 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മാർക്ക് ചെയ്യുന്നില്ല, ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ പെൻഷൻ കൊടുക്കും. ആ പെൻഷൻ കൊടുക്കുമ്പോൾ കമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ട്, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ട്. ഈ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലംസമായിട്ടൊരു എമൗണ്ട് ഒറ്റ തുകയായിട്ട്, ഒരു വലിയൊരു ഭീമമായിട്ടൊരു തുകയായിട്ട് നമ്മൾ പെൻഷൻ കൊടുക്കുന്നതിനെ പറയുന്നതാണ് എന്ത്? കമ്മ്യൂട്ടഡ് പെൻഷൻ. അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചോദിച്ചതെന്ന് പറയണത് ടാക്സബിൾ എമൗണ്ട് ഓഫ് ലീവ് എൻകാഷ്മെൻറ്റ്. ലീവ് എൻകാഷ്മെൻ്റ് ആയിട്ട് ഒരു എംപ്ലോയിഡ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന എംപ്ലോയിൻ്റെ അടുത്ത് ലീവ് എൻകാഷ്മെൻ്റ് ഉണ്ട്. ആ കിട്ടിയ എമൗണ്ടിൽ എത്ര രൂപയാണ് ഗവൺമെൻറ്റിലോട്ട് ടാക്സ് അടയ്ക്കേണ്ടത്? നമ്മൾ അലവൻസിനെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്തത് എന്താണ്? ഏതെല്ലാമാണ് ഫുള്ളി ടാക്സബിൾ അലവൻസ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്? HRA കണ്ടുപിടിക്കണതിൻ്റെ പ്രൊവിഷൻ എന്താണ്? ഹൗസ് റെൻ്റ് അലവൻസ് കമ്പ്യൂട്ട് ചെയ്യണതിന് ഒരു പ്രൊവിഷൻ ഉണ്ട്, അത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതേപോലെ പെർക്യുസിറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സെക്ഷൻ 17 സബ്സെക്ഷൻ 2 പ്രകാരം. അതേപോലെ പെർക്യുസിറ്റ് ടാക്സബിൾ ഫോർ എക്സ്പ്ലെയിൻ ദ പെർക്യുസിറ്റ്സ് ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ്. അതായത് ഈ ടാക്സബിൾ പെർക്യുസിറ്റ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് തന്നിട്ടുണ്ട്, ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? സാലറി കമ്പ്യൂട്ട് ചെയ്യണം. പിന്നെ ചോദിച്ചത് ആനുവൽ വാല്യൂ എന്താണ്? ഇത് ഏത് ഹെഡിൽ വരുന്നതാ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന കാര്യമാണ് ആനുവൽ വാല്യൂ. അതിൻ്റെ ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ PGBPയിലെ ഒരു ഏരിയ വന്നിട്ടുണ്ട്, അതായത് സ്പെഷ്യൽ കേസ് ഏതാണ്? എക്സ്പ്ലെയിൻ സ്പെഷ്യൽ കേസ് ചെയ്താനാണ് പറയണത്. വേർ ഇൻകം ഫ്രം ദ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം ടാക്സബിൾ ആവില്ല. പ്രോഫിറ്റ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഞാൻ ഇനി ഇതിനെ തുടങ്ങി പറയാൻ പോണത് എന്ത് പേരിലായിരിക്കും? ഷോർട്ട് ഫോമിൽ പറയുകയാണെങ്കിൽ PGBP എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇനി ഫുൾ ഫോം എന്ന് പറഞ്ഞ് സമയം കളയില്ല. അപ്പോൾ ഇത് ബിസിനസ് ഇൻകം ആണ് പൊതുവെ PGBPൻ്റെ അണ്ടറിൽ വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ബിസിനസ് ഇൻകം ആണ് എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല? PGBPയുടെ അണ്ടറിൽ ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, പിന്നെ ടോട്ടൽ ഇൻകം ഉണ്ട്. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്
ജസ്റ്റ് ഇരുന്ന് എഴുതി കാണിച്ചാൽ ഈ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, നമുക്ക് 5 ഹെഡുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഇൻകം IF എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം, അത് മനസ്സിലാക്കുക. എസ് എന്താ, ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് കിട്ടുന്ന സാലറി ഉണ്ട്. പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നതുണ്ട്. ഇൻകം ഫ്രം PGBPയിൽ നിന്ന് കിട്ടുന്ന സാലറി ഉണ്ട്. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, CG മീൻസ് ക്യാപിറ്റൽ ഗെയിൻ. പിന്നെ ഉള്ളത് എന്താ, ഇൻകം ഫ്രം OS, അതായത് ഇൻകം ഫ്രം അതർ സോഴ്സ്, IFOS നമുക്ക് ചുരുക്കി പറയാം, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ടോട്ടൽ ഇൻകം ഉണ്ട്. ഇതിൽ നിന്ന് കുറച്ച് റിബേറ്റ് അങ്ങനെയുള്ള കുറച്ച് ഡിഡക്ഷൻസ് കാര്യങ്ങളുണ്ട്. അതൊക്കെ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ചാപ്റ്റർ 6 ഡിഡക്ഷൻസ്, അങ്ങനെ കുറച്ച് ഡിഡക്ഷൻസ് പറയാനുണ്ട്, കുറച്ച് സെറ്റ് ഓഫ് ഉണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഇൻകത്തിനെയാണ് നിങ്ങൾ സ്ലാബ് ചെയ്യുന്നത്. സ്ലാബ് റേറ്റിൽ നമ്മൾ ഇടില്ലേ, ആദ്യത്തെ 3 ലക്ഷം എക്സംപ്റ്റഡ് ആണ്, അടുത്തതിന് 3, അടുത്ത 4 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കില്ലേ. ഓക്കെ, പഠിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടേഷൻ ഉണ്ട്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് ചെയ്ത് നോക്കുക. പിന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 1, 2, 3, 5 ഐറ്റംസ് തരും. ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വെറും 4 എണ്ണം മാത്രം എഴുതിയാൽ മതി. അവിടെ ചോദിച്ചേക്കണത് പ്രൊവിഡൻറ്റ് ഫണ്ട്, ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്, ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആവുന്ന ക്യാപിറ്റൽ ഗെയിൻ, ക്ലബിംഗ് ഓഫ് ഇൻകം ഉണ്ട്. ഈ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് പാരൻസിൻ്റെ ഇൻകം, ചൈൽഡ് ഇൻകം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അത് മൊത്തത്തിൽ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് ചെയ്യണത്. പിന്നെ ഇത് സിമ്പിൾ കോൺസെപ്റ്റാണ്, ടാക്സേഷൻ ഓഫ് പ്രീവിയസ് ഇയർ ഇൻകം ഡ്യൂറിങ് ദ സെയിം ഇയർ. അതായത് എന്താ, കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിൽ ഇൻകമാണ് നമ്മൾ ഈ വർഷം ടാക്സ് അടക്കുന്നതെന്നുള്ളൊരു കോൺസെപ്റ്റാണത്. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്നത് ക്യാഷ്വൽ ഇൻകം ചോദിച്ചേക്കണം. ഓക്കെ, ക്യാഷ്വൽ ഇൻകം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് നോക്കിയോ. കഴിഞ്ഞ 2 ഇതിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് പണ്ടത്തെയാണ്, നമുക്ക് കുറച്ച് മുന്നിലോട്ട് വന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യാഷ്വൽ ഇൻകം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അഗ്രികൾച്ചറൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാം, എല്ലാം പറയുന്നില്ല. ഫസ്റ്റത്തേൽ ഞാൻ കുറേക്കാം. എന്താണ് ഐറ്റംസ് എന്ന് പറയുന്നത്, ടാക്സബിൾ സാലറി എത്ര രൂപ, നമുക്ക് കിട്ടിയ സാലറിയിൽ നിന്ന് എത്ര രൂപയാണ് നമ്മൾ ടാക്സ് ആയിട്ട് അടക്കേണ്ടത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ നമ്മൾക്ക് എന്താ, ഈ PGBP ഇല്ല, ഞാൻ പറഞ്ഞു എന്താണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ അണ്ടർ ബിസിനസ് ഓർ പ്രൊഫഷൻ. അതിൽ നമുക്ക് ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യണതിന് കുറച്ച് റൂൾസ് കാര്യങ്ങളുണ്ട്, അതാണ് ഇവിടെ ചോദിച്ചേക്കണത്. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് ഞാൻ പറഞ്ഞില്ല, IFOS എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇൻകംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിൽ എങ്ങനെയാണ് ടാക്സബിൾ ആവുക, ക്ലബിംഗ് ഓഫ് ഇൻകം ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് നമുക്ക് ഒന്ന് ഓടിച്ചു പോയാലാണ് മൊത്തം തീരുള്ളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ 1 മണിക്കൂറോളം പോകും. ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഐറ്റമാണ് എന്ത്, റൂൾസ് റിഗാർഡിങ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കണം. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അത് അറിഞ്ഞാലേ നിങ്ങൾക്ക് അറിയായിരിക്കും എക്സാം എഴുതാൻ പോകുന്നവർക്ക്. അപ്പോൾ ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ റൂൾസ് എന്തായാലും നോക്കിയിട്ട് വേണം കേട്ടോ പോകാൻ. ഓക്കെ, പിന്നെ എന്താ ചോദിച്ചേക്കണത്, ഇവിടെ ചോദിച്ചത് ഓക്കെ, ഇവിടെ പറഞ്ഞേക്കണത് നമ്മുടെ അടുത്ത് HRA കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയണത്, ഹൗസ് റെൻറ്റ് അലവൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റലും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ നോക്കട്ടെ, ഞാൻ പറയാം. ഇപ്പോൾ 1-2 പറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, വീണ്ടും നമ്മുടെ അടുത്ത് അടുത്ത ക്വസ്റ്റ്യനിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. ഇത് നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ 2021 നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു. എന്ത്, അഗ്രികൾച്ചർ ലിംഗത്തിൻ്റെയും പാർഷ്യലി അഗ്രികൾച്ചർ ലിംഗത്തിൻ്റെയും എന്ത് നമ്മുടെ അടുത്ത് ചോദിച്ചു, ഡിഫറൻസ് ചോദിച്ചു. ഇത് എപ്പോൾ ചോദിച്ചതാ 2021 ഡിസംബറിൽ നമ്മൾ ഫസ്റ്റ് നോക്കിയില്ലേ, പിന്നെ എപ്പോൾ ചോദിച്ചു, 2023 ജൂണിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ, സാലറീൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഐറ്റമാണ് ഗ്രാറ്റുവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാറ്റുവിറ്റി കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്തെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കണ്ടുപിടിക്കണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ,
PGBPൻ്റെ അണ്ടറിലുള്ള 5 ഡിഡക്ഷൻസ് എഴുതാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അത് എഴുതാ. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ? വെരി ഇമ്പോർട്ടൻറ്റ് നോക്കുക. ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് നോക്കുക. എടാ ഇത് കഴിഞ്ഞ വട്ടം ചോദിച്ചതല്ലേ? നമ്മൾ ഇതിന് മുമ്പ് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തുണ്ടായിരുന്നു? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെയും ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 വട്ടം റിപ്പീറ്റഡ്. ഇനി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്? അതേപോലെ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഈ ഫയലിംഗ് ചെയ്യണം. അതായത് ITR ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ എന്തുണ്ട്? കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതെന്താണ് എന്ന് കൂടി നോക്കുക. അതൊക്കെ നോക്കി വെച്ചോ. തിയറി ഏരിയ ആണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ബെനിഫിറ്റ്സ്, അതുപോലെ പ്രൊസീജിയേഴ്സ് നോക്കുക. നമ്മളിപ്പോൾ ഒരുപാട് വട്ടം പറഞ്ഞു ക്ലബിംഗ് ഓഫ് ഇൻകം. വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്. അത് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് 7 മാർക്ക് ഇവിടെ കിട്ടുമായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇനി ഇതൊക്കെ ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഇതൊക്കെ ക്ലബിങ്ങിൽ വന്നതാണ്. നിങ്ങൾ അപ്പോൾ ക്ലബിങ് നോക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 5 ഐറ്റംസ് വന്നിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞേക്കുകയാണ്. പക്ഷേ നമുക്ക് ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് നമുക്കുള്ള ലോസ് എന്ത് ചെയ്യുക, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ള കാര്യമുണ്ട്. സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിനാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇത് ക്യാഷ്വൽ ഇൻകം ആണ്. ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ നോക്കണം. പിന്നെ എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എല്ലാവരും കൂട്ടി കുറച്ച് റിബേറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് എല്ലാ ഹെഡുകളിലും ഓരോ ഡിഡക്ഷൻസ് ഉണ്ടാകും. അതൊക്കെ കുറച്ചിട്ട് അതിൻ്റെ ആഡ് ചെയ്യണതാണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചേക്കണം. അത് തിയറിയായി പോയി പഠിക്കാം. അതേപോലെ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകമും ടോട്ടൽ ഇൻകം എന്താന്ന് പറഞ്ഞു, മൊത്തം ടാക്സും കൂട്ടി ഇതാക്കുന്നതാണ് ടോട്ടൽ ഇൻകം. അത് തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്, നോക്കുക. ഇവിടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം ക്വസ്റ്റ്യനാണ്. പിന്നെ ഇത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചോദിച്ചുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതെന്തായാലും അറിയണം, എന്നാലേ ക്യാപിറ്റൽ ഗെയിൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ക്യാപിറ്റൽ ഗെയിൻ്റെ അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ നോക്കിയതിൽ ചോദിച്ച് കണ്ടില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, അത് വീണ്ടും വന്നിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറൻറ്റ് ഇയറിൽ ടാക്സ് ചെയ്യുന്നത്. അത് ഒന്നുമില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പ്രീവിയസ് ഇയർ ഇപ്പോൾ 2023 ആണ് എന്ന് കരുതുക. അസസ്മെൻറ്റ് ഇയർ, ടാക്സ് അടക്കുന്ന ഇയർ ആണ് എന്ത്? അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. നമ്മൾ ഇൻകം ഏൺ ചെയ്യില്ലേ, നമ്മൾ വരുമാനം ഉണ്ടാക്കുന്ന വർഷത്തിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ 2024, നിങ്ങൾ ഈ 2023 എന്ത് ചെയ്യുന്നത്? 1 കോടി രൂപയോളം നിങ്ങൾ ഏൺ ചെയ്യുന്നത്. ഇത് ഏൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇൻകം ടാക്സ് ITR നിങ്ങൾ ഫയൽ ചെയ്യും. അപ്പോഴാണ് ഇൻകം ടാക്സ് അറിയണത്. അപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഏൺ ചെയ്തതിൻ്റെ ടാക്സ് എപ്പോൾ അടച്ചാൽ മതി? അടുത്ത വർഷം അടച്ചാൽ മതി. കാരണം എന്താ, നമ്മൾ ഏൺ ചെയ്യുന്ന വർഷം തന്നെ നമുക്കത് അടക്കാൻ പറ്റണമെന്ന് ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? നമ്മൾ കിട്ടുന്ന കാശ് അപ്പം തന്നെ കൊണ്ടേ നടക്കോ? ഇല്ല, അത് അടുത്ത വർഷമാണ് എടുക്കുന്നത്. കോമൺ സെൻസ് അല്ലേ? ഓക്കെ, ഇതേ വീണ്ടും ചോദിച്ചാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയറും അസസ്മെൻറ്റ് ഇയറും തമ്മിലുള്ള വ്യത്യാസമല്ല ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയടാ? 10 മാർക്ക് കിട്ടി. അപ്പോൾ അതിനുള്ള കണ്ടൻറ്റേ ഉള്ളൂ. ക്യാഷ്വൽ ഇൻകം വീണ്ടും ചോദിച്ചേക്കണം. എങ്ങനെയൊക്കെ പോയി പഠിച്ചിട്ട് എഴുതാൻ നോക്ക്. ഓക്കെ, അണ്ടർ സെക്ഷൻ 10 10 എക്സംപ്റ്റഡ് ഇൻകം ഏതാണ്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ചിലപ്പോൾ കിട്ടൂട്ടോ. അണ്ടർ സെക്ഷൻ 10 അതൊക്കെ ജസ്റ്റ് പേര് നോക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇത് സാലറി, ഗ്രാറ്റുവിറ്റി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണ് ഇൻകം ടാക്സിൽ പേ ചെയ്യേണ്ടത് എന്നുള്ള ഈ ചോദ്യമാണ്. ഇതെന്ന് പറയുന്നത് പെർക്യൂസിറ്റ് ആണ്. ബിയിൽ നിന്ന് ചോദിച്ചേക്കണം പെർക്യൂസിറ്റാണ്. നമുക്കൊരു കാറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ്. ഇനി കാറിൻ്റെ ഒപ്പം നമുക്ക് ഡ്രൈവറിനെയും കൂടി തന്നെങ്കിൽ ആ പെർക്യൂസിറ്റിന് എത്ര ടാക്സബിൾ എമൗണ്ട് അടക്കണം. ഇത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ പ്രൊവിഷൻ മൊത്തം പഠിച്ചിട്ടുണ്ടാവണം, അല്ലാണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ എനിക്ക് ഇതുവരെ മനസ്സിലായൊരു കാര്യം, സാലറി എന്ന് പറയുന്ന ഹെഡില്ല, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് അറിഞ്ഞിരിക്കണം, കുറച്ച് പ്രൊവിഷൻസ്, അല്ലെങ്കിൽ കുറച്ച് നോക്കിയിട്ട് പോകാം. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, RPF എന്ന് പറയും. അത് ഒന്ന് നോക്കുക, ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവുക.
ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചെല്ലാം ലോസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ബിസിനസ് ഇൻകത്തിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. അങ്ങനെ ഒരു 5 ബിസിനസ് ലോസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കണം. ടെസ്റ്റ് എടുക്കാതെ ക്യാപിറ്റൽ ഗെയിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇതുവരെ നമ്മൾ നോക്കിയതിൽ ഫസ്റ്റ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരാറില്ല. പിന്നെ ഇവിടെ ചോദിച്ചാൽ നോക്കി എന്താണ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ ചോദിച്ചാണ് എന്താ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഫയലിംഗ്. നമ്മൾ നേരത്തെ ഒരു വട്ടം അത് കണ്ട് ഇ ഫയലിങ്ങും പിന്നെ വേറെന്തോ കൂടിയിട്ടായിരുന്നു ഇ ഫയലിങ്ങിൻ്റെ ഗുണം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഇത്തിരി ലെങ്തായി തുടങ്ങി. നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കണം, അറിയാം. വീണ്ടും ഇതേതാണ് ജൂൺ 24 ചോദിച്ചേക്കണം. ഓക്കെ, പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ ചോദിച്ചേക്കാണ്. ക്യാഷ്വൽ ഇൻകം എന്താണെന്ന് ചോദിച്ചേക്കാണ്. ഓൾറെഡി എത്ര വട്ടം ഞാൻ പറഞ്ഞു. ഇനി ഗ്രാറ്റുറ്റിയുടെ അണ്ടറിലുള്ള പ്രൊവിഷൻസ്. ഗ്രാറ്റുറ്റി ഇതിന് മുമ്പ് നമ്മൾ കണ്ടത് എന്താ പ്രോബ്ലം ആയിട്ടാണ് ചോദിച്ചാണ്. പക്ഷേ ഇപ്പോൾ എന്താ ചോദിച്ചാൽ തിയറി ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. എടാ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചോട്ടെ ഈ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് എന്താണ് ഈ അലവൻസ് എന്ന് പറയുന്നത്, അതിൽ എന്തൊക്കെയാണ്. നമുക്കൊരു 100 രൂപ കിട്ടിയാൽ ആ 100 രൂപയും ടാക്സബിൾ ആണ്, അതാണ് ഫുള്ളി ടാക്സബിൾ. ഇനി പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ് ഉണ്ട്, അതായത് ഫുള്ളി ടാക്സബിൾ അല്ലാത്ത അലവൻസുകൾ. ഇത് എന്തായാലും പഠിച്ചോ. പിന്നെ ഗ്രാറ്റുവിറ്റി കമ്പ്യൂട്ടേഷൻ ഇഷ്ടം പോലെ ചോദിക്കുന്നുണ്ട്. ഈ ഗ്രാറ്റുവിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. വെറും ഗ്രാറ്റുവിറ്റി അല്ല, ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കമ്പ്യൂട്ടേഷൻ പഠിക്കണം. ഇനി എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസിനെ തുടർന്നിട്ടുള്ള ഡിഡക്ഷൻസ്, ഗവൺമെൻറ് എംപ്ലോയിക്കാണെങ്കിലുള്ള പ്രൊവിഷൻസ്, കാര്യങ്ങളൊന്നും നോക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് സാലറിയാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടല്ലോ, ഐ തിങ്ക് നിങ്ങളുടെ എക്സാം 20 സംതിങ്, എങ്ങനെയും യൂട്യൂബൊക്കെ നോക്കി പഠിക്കാൻ നോക്കുക. സാലറിയുടെ കമ്പ്യൂട്ടേഷൻ ഉണ്ട്, ടാക്സബിൾ. അതിൽ കുറച്ച് കാര്യമുണ്ട്, അതിൽ പെർക്യൂസിറ്റ്സ് ഉണ്ട്. ഈ ഗ്രാറ്റുവിറ്റിയൊക്കെ സാലറി തന്നെ വരുന്നതാണ്. ഇത് അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കണം. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഫസ്റ്റ് ടൈം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം പഠിക്കാം, നമുക്ക് നോക്കാം. ഇനി വീണ്ടും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും തമ്മിലുള്ള ഡിഫറൻസ് എത്ര വട്ടം പറഞ്ഞോളാം. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. ഇതിനെപ്പറ്റി ഞാൻ അത്ര പറയാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൊത്തം, അതായത് ഈ പറഞ്ഞ ഇൻകം ഫ്രം ഹൗസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ അറിയണമെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് സിംഗിൾ ചെയ്താൽ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എന്ത് റെക്കഗ്നൈസ്ഡ് RPF പഠിക്കാൻ പറഞ്ഞു. അതായത് എന്താ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കേണ്ട ഒന്നാണ് എന്ത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. അതേപോലെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 18D, ഇൻകം ടാക്സ് അതോറിറ്റി, അഗ്രികൾച്ചറൽ ഇൻകം. സിമ്പിളി 20 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനൽ പേപ്പറിലോട്ട് എത്തിക്കണം. നമുക്ക് നോക്കിയാലേ ഇതുവരെയും വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഇത്ര പ്രീവിയസ് ഇയർ നമ്മൾ നോക്കിയില്ലേ, 2021 ഡിസംബർ തൊട്ടിങ്ങി നമ്മൾ നോക്കി, 2024 ഡിസംബർ വരെ നോക്കി. അങ്ങനെയെങ്കിൽ നമുക്ക് 2025 ജൂണിൽ നിങ്ങൾ ഇപ്പോൾ എഴുതാൻ പോയിരുന്നെങ്കിൽ ഈ പേപ്പറായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ പേപ്പർ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം എഴുതാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കിക്കൂടെ. യെസ്, നമുക്ക് നോക്കാം. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇൻ ടു വിച്ച് അസസി ഈസ് ഡിവൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് റെസിഡൻസ്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, പക്ഷേ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി പഠിക്കാൻ പറഞ്ഞു. ഒരു വ്യക്തി റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 3 കാര്യം പഠിക്കും. ഹീ ഈസ് എ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. ഇത് 3മാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റെസിഡൻറ്റിനെ കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കണം. ഇതെന്തായാലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടേ പോകുള്ളൂ. സിമ്പിളി 10 മാർക്ക് സ്കോർ ചെയ്യാം. ഇല്ല പഠിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ പഠിച്ചു, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇൻകം ടാക്സ് അതില്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സ് പഠിച്ചിട്ടില്ല എന്നതാണ് അർത്ഥം. ഇനി നമ്മൾ ഇതുവരെ 10 കൂടുതൽ വട്ടം ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ, ടാക്സ്ഡ് ഇൻ ദ കറൻറ്റ് ഇയർ, എക്സ്പ്ലെയിൻ, ഓൾസോ ഡിസ്കഷൻ ഇറ്റ്സ് എക്സംഷൻസ് പുതിയതാണ്, അതും കൂടി ഒന്ന് ജസ്റ്റ് നോക്ക്. ഓക്കെ, ഇവിടെ HRA ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ എംപ്ലോയർ നമുക്ക് ഹൗസ് റെൻ്റ് അലവൻസിന് വേണ്ടിയിട്ട്, അതായത് വീടിൻ്റെ വാടക കൊടുക്കാൻ വേണ്ടി കുറച്ച് രൂപ തരും. ആ രൂപയിൽ നിന്ന് എത്ര രൂപയാണ് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത്. അതുപോലെ ആനുവൽ വാല്യൂ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണോ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആനുവൽ വാല്യൂ തിയറിയാണ്. അതേപോലെ ഡിഡക്ഷൻസ് ഉണ്ട്.
ഡിഡക്ഷൻസ് എന്ന് പറയണത് ഈ ആനുവൽ വാല്യൂ മീൻസ് നെറ്റ് ആനുവൽ വാല്യൂ ആണ് ഇവിടെ കമ്പ്യൂട്ടേഷനിൽ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് ഡിഡക്റ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ഒരു 30% ഡിഡക്റ്റ് ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ ഇപ്പോൾ പറയാൻ സമയമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്ലബിംഗ് ഓഫ് ഇൻകം നിങ്ങളുടെ അടുത്ത് 100 വട്ടം പറഞ്ഞു, നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാം. ഇനി ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ വന്നിട്ടുള്ളത് ഏത് സർക്കംസ്റ്റൻസിലാണ് 1 പേഴ്സൺ ട്രീറ്റഡ് ആസ് ഇൻകം ഓഫ് അനദർ, അതായത് ഒരു പേഴ്സൻ്റെ ഇൻകം അനദർ പേഴ്സൻ്റെ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്. ഇത് ക്ലബിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്, അത് പഠിക്കാം. ഗ്രാറ്റുവിറ്റി കമ്പ്യൂട്ടേഷൻ പഠിക്കാൻ പറഞ്ഞു, അത് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എമൗണ്ട് ഓഫ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി, അതുപോലെ എക്സംപ്റ്റഡ് എത്രയാണ്. നമുക്ക് ഗ്രാറ്റുവിറ്റിയിൽ എക്സംഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പഠിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. പിന്നെ ചോദിച്ചേക്കണം എന്താ, ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാൻ, അതായത് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണത്. അത് നിങ്ങളുടെ ഇതേ രീതിയിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, സമയം കുറവാണ്. പിന്നെ നിങ്ങളുടെ അടുത്തത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറയണത് എന്താ, നെറ്റ് ആനുവൽ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. നെറ്റ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്നത്. നമുക്ക് ഈ ലാസ്റ്റത്തെ കുറച്ച് പേപ്പർ ആദ്യമൊന്നും നമുക്ക് എന്തുണ്ടായില്ല, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം വരാറുണ്ടായില്ല. പക്ഷേ പിന്നീട് ഇപ്പോൾ 2-3 വട്ടത്തെ പ്രീവിയസ് ഇയർ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പ്രോബ്ലം വരുന്നുണ്ട്. പക്ഷേ നോർമലി അവിടെ ഏറ്റവും കൂടുതൽ ചാൻസ് നെറ്റ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, PGBPയിൽ, അതായത് PGBPയിൽ ഒരു ഇൻകമായിട്ട് ചാർജ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ജസ്റ്റ് നോക്കാം. പിന്നെ ക്യാപിറ്റൽ ഗെയിനിലെ എക്സംഷൻ ഉണ്ട്. ക്യാപിറ്റൽ ഗെയിനിൽ കുറേ എക്സംഷൻസ് പറയുന്നുണ്ട്, അതിലെ 54F നോക്കാനാണ് പറയുന്നത്. പിന്നെന്താ, IFOS കണ്ടുപിടിക്കാൻ പറയുകയാണ്. ഇനി ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ ഉണ്ട്, അത് പെർക്യൂസിറ്റ് ആണത്. ഓക്കെ, അലവൻസ് ഒന്നല്ല. റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ മീൻസ് അതായത് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് എന്ത് തരികയാണ്, ഒരു വീട് തരികയാണ്, ഒരു താമസിക്കാൻ ഒരു വീട് തരികയാണ്, വാടക ഒന്നും വാങ്ങുന്നില്ല. അതിനെ റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ എന്ന് പറയും. HRA അപ്പോൾ എന്താണ്, HRA വാടകയല്ലേ. പക്ഷേ HRA എന്താ, വീടല്ല തരുന്നത്, വാടകയ്ക്ക് അടക്കാനുള്ള കാശ് തരുന്നത്. പക്ഷേ ഇവിടെ ക്യാഷ് അല്ല തരുന്നത്, വീടാണ് തരുന്നത്. അതിനെയാണ് പെർക്യൂസിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം അറിയാം, പാർഷ്യൽ ഇൻകം അറിയാം. അറിയില്ല, ഇത് ചില ടൈമിൽ ക്ലാരിറ്റി പോകുന്നുണ്ട്. ഇനി നിങ്ങൾക്കപ്പോൾ ഇവിടെ എത്ര എഴുതണം, 4 എഴുതണം. നിങ്ങൾക്ക് ഇതിൽ ഇനി എന്ത് ചെയ്യും, ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ അത് പഠിച്ചോ, കുഴപ്പമില്ല, അത് വേണം, മനസ്സിലാക്കിയെങ്കിലും വച്ച് കഴിഞ്ഞാൽ അത് എഴുതാം. ഇനി നമുക്ക് നോക്കിയാലേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചൂടെ. ഇതെന്താണിത്, പോവാണല്ലോ. യെസ്, എന്താണിത്, ബ്ലറായി നമ്മുടെ ബോർഡ് ഇതായിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ പേപ്പർ. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഓരോന്നിനും മാർക്ക് നമ്മൾ കൊടുത്ത് എഴുതാൻ പോവുകയാണ്. നമുക്ക് നോക്കാം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും എന്നത്. നമുക്ക് പ്രീവിയസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കണ്ടേ, നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ, വരവില്ലേന്ന്. ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ, ഇത് ഞാൻ പഠിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെയും വെച്ചിട്ട് നിങ്ങൾ പഠിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്കില്ല. പക്ഷേ അതെന്തായാലും പഠിച്ചിട്ട് വേണം പോകാൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും. 10 മാർക്കിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതേപോലെ HRA പഠിക്കാൻ പറഞ്ഞില്ലോ, 10 മാർക്ക് അറ്റൻഡ് ചെയ്യാം. ആനുവൽ വാല്യൂ 10 വട്ടത്തിൽ കൂടുതൽ ഞാൻ പറഞ്ഞു, അതും പഠിക്കാം. ഡിഡക്ഷൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാമല്ലോ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ ആനുവൽ വാല്യൂ പറയണേ അതിൻ്റെ ഒപ്പം റിലേറ്റഡ് ആയിട്ടുള്ളതും കൂടി പഠിക്കാൻ ശ്രമിക്കണം. ക്ലബിങ് പറഞ്ഞു, അതിന് 10 മാർക്കായി. ഗ്രാറ്റുവിറ്റിയുടെ കമ്പ്യൂട്ടേഷനൊക്കെ ഇവിടെ ബ്ലറായിട്ടുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ടാക്സബിൾ ഇൻകം എല്ലാവർക്കും പറ്റണം എന്നില്ല, കുറച്ചുണ്ടല്ലോ ചെയ്യാൻ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ പഠിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് വാല്യൂ ചെയ്യാം. അത് 20 മാർക്കിനാണ് ചോദിച്ചത്. IFOS ഒക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എന്തായാലും കൂട്ടുന്നില്ല, ചിലപ്പോൾ പറ്റാത്തില്ലല്ലോ. നിങ്ങൾക്ക് ഇതിലെന്ത് ചെയ്യുക, അഗ്രികൾച്ചറൽ ഇൻകം ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കൊന്ന് നോക്കിയാലോ ടോട്ടൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന്.
ഇത് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് 10 കിട്ടി, 10, 20, 30, 40 ഇവിടെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് എ ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 കിട്ടും. ഇവിടെ നിന്ന് ഒരു 10 മാർക്ക് കിട്ടും. ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എത്രയായി? 30 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. 30 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഇതാക്കിയാണ് 40 മാർക്കിനോടെ നിങ്ങൾ എഴുതി കഴിഞ്ഞു. ഗ്രാറ്റുവിറ്റി കമ്പ്യൂട്ടേഷൻ ഉണ്ട്, അതും കൂടി എഴുതി കഴിഞ്ഞാൽ എന്തായി? 50 മാർക്കിന് അറ്റൻഡ് ചെയ്തു. 100 മാർക്കിൻ്റെ എക്സാമാണ്. ഓക്കെ, 100 മാർക്കിന് നിങ്ങൾ അറ്റൻഡ് ചെയ്തു. IFOS നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 20 മാർക്കോളം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എനിക്കറിയില്ല നിങ്ങൾ ചെയ്യുമില്ലെന്ന്. ഞാൻ പഠിക്കാൻ പറഞ്ഞായിരുന്നു പ്രീവിയസ് ഇയറിൽ. ഓക്കെ, അപ്പോൾ 50 മാർക്കായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 5 മാർക്ക് കൊണ്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ 55 എന്ന് പറഞ്ഞത് നമ്മളെല്ലാം കൂട്ടിയോ? IFOS കൂട്ടിയോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 100-ൽ 55 മാർക്കോളം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇതിൽ എന്താ കൂടാനാണ് ചാൻസ് ഉള്ളൂ. കാരണം ഞാൻ എന്താ ഏറ്റവും മിനിമലായിട്ട് എടുത്താണ് ഞാൻ ചെക്ക് ചെയ്തത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഫോളോ ചെയ്യാം. ഇത് എന്താണ്? കാരണം ഇങ്ങനെയുള്ള പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം കോസ്റ്റ് അക്കൗണ്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ള പ്രശ്നം എന്തായിരുന്നു? നമ്മൾ നോക്കുമ്പോൾ ഓരോ വട്ടവും ഡിഫറെൻ്റ് ആണ്. ഓരോ വട്ടം എന്താ ഡിഫറെൻ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേപോലെ തന്നെയാണിത്. പക്ഷേ ഇൻകം ടാക്സിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. എടാ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത് മൊത്തം നോക്കിയിട്ട് ഒറ്റ ഇതായിട്ട് എടുക്കാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കണം പ്രീവിയസ് ഇയറിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് എന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഓക്കെ, ഗുഡ് ബൈ.